ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സെക്ഷനിയുടെ നെക്സ്റ്റ് ഒരു എപ്പിസോഡാട്ടോ. സോ വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നേ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാനും ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. എപ്പിസോഡിൻ്റെ തുടക്കത്തിലാണെങ്കിൽ നമ്മുടെ ജെജിയാണ് കാണിക്കുന്നത്. ജെജി ആണെങ്കിൽ നമ്മൾ ക്ലാസ്സിലോട്ട് പോകാം കേട്ടോ. സോ അവൾ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആരിസ് തൻ്റെ സ്വന്തം ബ്രദറാണെന്നുള്ള കാര്യം ഇന്നലെ അവളുടെ അമ്മ പറഞ്ഞപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ആരിസ് തൻ്റെ സ്വന്തം ബ്രദറാണെന്ന്. അവൾ ഇപ്പോഴും അവൾക്ക് അതൊന്നും റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആരിസ് എൻ്റെ സ്വന്തം ബ്രദറാണോ, എന്നിട്ടാണോ അവനോട് ഞാൻ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരുപാട് അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കസിനാന്നുള്ള രീതിയിൽ ഒരുപാട് സ്ഥലത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് അവൾ ഫുള്ളി ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു 6 ദിവസം മുന്നത്തെ കാര്യങ്ങളാട്ടോ കാണിക്കുന്നത്. ജേജിയുടെ റൂമിൽ ജേജി ഭയങ്കര മെസ്സി ആയിട്ട് ഓരോ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. ഭയങ്കര വൃത്തിയില്ലാതെയാണ് അവൾ കിടന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്കാണെങ്കിൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയാത്തൊരു സംഭവത്തിനെ കുറിച്ചിട്ടാണ് അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർക്ക് ഒരു റീട്രീറ്റ് ഉണ്ടായിരുന്നല്ലോ. സോ അവിടെ വെച്ചിട്ടാണെങ്കിൽ സെക്ഷനിൽ 2 സെക്ഷനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അടിയും പിടിയും കാര്യങ്ങളും കൂടാതെ എല്ലാ യൂറിനോട് സംസാരിച്ചതും, കെയ്ഫറാണെങ്കിൽ ആരിസിനിട്ട് ഒന്ന് പൊട്ടിച്ചതും, അത് കഴിഞ്ഞിട്ട് യൂറിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ജെ പോയിട്ട് അവർ ഹഗ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കെയ്ഫർ കണ്ടതും, ഇവിടുന്ന് പോയതും കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവൾ ഭയങ്കര ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. അങ്ങനെ അവളാണെങ്കിൽ നമ്മുടെ കെയ്ഫറിനെ കാണാൻ വേണ്ടിയിട്ട് കെയ്ഫറിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവൾ ആദ്യമൊക്കെ കുറച്ച് മടിച്ച് നിന്നെങ്കിൽ അങ്ങനെ കോണമ്പിൽ അടിക്കുമ്പോൾ കെയ്ഗനാണ് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നത്. സോ അവൻ ചോദിച്ച് എന്താ ചേച്ചി എവിടെയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കെയ്ഫറിനെ അന്വേഷിച്ച് വന്നതാണ്. കെയ്ഫർ ഇവിടെ ഇല്ലേന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കെയ്ഗനാണെങ്കിൽ പറയുന്നത് കെയ്ഫർ ഇവിടെ ഇല്ല, പുറത്തേക്ക് പോയതാണ് ഒരു ആവശ്യത്തിന് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ടാക്കാന്നുള്ള രീതിയിൽ ജേജി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കൂടാതെ കെയ്ഗനാണെങ്കിൽ കെയ്ഫറിനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു നിൻ്റെ ഗേൾ ഫ്രണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ എന്തിനാ അങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കൂടാതെ തന്നെ വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും നിന്നെ അന്വേഷിച്ച് വന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ ഭയങ്കര ടെൻസ്ഡ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അവൻ കോളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കെയ്ഫർ പറയുന്നുണ്ടായിരുന്നു സോറി ജേജി, ഇത് നിന്നോട് പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ കെയ്ഫർ ആണെങ്കിൽ ജേജിനോട് ഓരോ കാര്യങ്ങൾ മറച്ചു വെക്കുന്നപ്പോൾ ഓരോന്ന് ആലോചിച്ച് നിന്നിട്ടായിരുന്നു ഈ ഒരു സീൻ അവസാനിക്കുന്നുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു 3 ദിവസം മുന്നേ നടന്ന കാര്യമായിട്ടോ. ഏഞ്ചലോയും ജേജയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അവിടെ ഇരുന്നിട്ട് ഒരു കോഫിയും കാര്യങ്ങളൊക്കെ കുടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജേജനോട് ഏഞ്ചലു പറയുന്നുണ്ട് സോറി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അവർ നിർബന്ധിച്ചതുകൊണ്ടാണ്, പെട്ടെന്ന് ചടപടയെന്ന് എല്ലാ കാര്യങ്ങളും തീർക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ആ സമയത്ത് അപ്പോഴേക്കും അവിടേക്ക് യൂറിയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഏഞ്ചലാണെങ്കിൽ അപ്പം തന്നെ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജേജയ്ക്ക് എന്തോ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജേജിനോട് അമ്മ പറയുന്നുണ്ടായിരുന്നു, ജേജി അമ്മനോട് ചോദിക്കുന്നുണ്ടായിരുന്നു യൂറി ഓക്കെ അല്ലേ, ആ ഒരു മഴ നനഞ്ഞതും കാര്യങ്ങളുണ്ട്, യൂറിക്ക് പനിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, സോ അവൻ ഓക്കെ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ അമ്മ പറയുന്നുണ്ട് അവൻ ഓക്കെയാണ്, അവനെ കാണണമെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ അവൾ മിണ്ടാതെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വേറൊരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണെങ്കിൽ തമ്മിൽ ജാപ്പനീസും കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജേജയ്ക്കാണെങ്കിൽ ജാപ്പനീസ് അറിയില്ലല്ലോ. സോ ജേജയ്ക്ക് എന്തോ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ വന്നതാണെങ്കിൽ വെഡ്ഡിങ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി ടൈപ്പ് ഓഫ് വെഡ്ഡിങ് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. സോ ജേജയ്ക്കാണെങ്കിൽ ഇട്ട് വന്ന ഡ്രസ്സ് നല്ല രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു ജേജ നിനക്ക് ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമായോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവളെ നല്ല ഇഷ്ടമായി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ അവളുടെ മനസ്സിലുണ്ടായിരുന്നു അവൾക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു കല്യാണത്തിലാണല്ലോ അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നത്. യൂറി ഓരോ കള്ളവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇവിടെ അവർ എത്തിച്ചിട്ടുണ്ടായിരുന്നത്, വെഡ്ഡിങ്ങിനുള്ള ഓരോ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. സോ തൻ്റെ വിധി ഇതായല്ലോ എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ജേജ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ യൂറിയുടെ അമ്മ ആണെങ്കിൽ ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്കിത് ഇഷ്ടമായില്ലേ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് യൂറിയുടെ അമ്മ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ കല്യാണത്തിന് വലിയ താല്പര്യവും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ യൂറി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിന്നെ കല്യാണം കഴിക്കാൻ ഞങ്ങൾ ഫാമിലി എല്ലാവരും ഓക്കെ ആയിട്ട് നിന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. കാരണം ജാപ്പനീസും കാര്യങ്ങളൊന്നും അറിയില്ല നിനക്ക്, അതുപോലെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ജാപ്പനീസ് അറിയാതെ വന്ന യൂറിയുടെ അമ്മ എത്രമാത്രം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ അനുഭവിച്ചു എന്നുള്ള കാര്യങ്ങളും, അത് വേറൊരാൾ ഇങ്ങനെ ജാപ്പനീസ് അറിയാത്ത ഒരാൾ അനുഭവിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ എല്ലേൻ്റെ കാര്യം കൂടെ പറയുന്നുണ്ട്. എല്ലയാണെങ്കിൽ എല്ലേനെ അവൻ്റെ മമ്മയ്ക്ക് ഇഷ്ടക്കുറവും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ജാപ്പനീസ് അറിയാത്തതിൻ്റെ പേരിൽ ഒരുപാട് ദുരിതങ്ങളും കാര്യങ്ങളും അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ് കെയ്ഫറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ആ ഒരു പ്രോബ്ലം കാര്യങ്ങളൊക്കെ സോൾട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. യൂറിയാണെങ്കിൽ ഒരു സമയമായപ്പോൾ മുടിയും കാര്യങ്ങളൊക്കെ കളർ ചെയ്തിട്ട് എല്ലാവരോടും ഭയങ്കര ദേഷ്യത്തിലായിരുന്നു ബിഹേവ് ചെയ്തിട്ടായിരുന്നു. പക്ഷേ ഒരു കറൻറ്റ്ലി സിറ്റുവേഷൻ എത്തിയപ്പോൾ അവൻ ഭയങ്കര എല്ലാവരോടും നല്ല രീതിയിൽ പഴയ ഒരു യൂറിയായിട്ട് പെരുമാറാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ നീ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇമോഷണലായിട്ട് കരഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ നിന്നെ ഒരിക്കലും വിട്ടുകൊടുക്കാറ് നീ അവൻ്റെ മാരേജ് ചെയ്യണം, എൻ്റെ മോനെ വിട്ടു പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളാണെങ്കിൽ അമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. അവിടെ ജേജിക്ക് ഈ മാരേജിനൊട്ടും ഓക്കെ ഇല്ലെങ്കിൽ കൂടെ അവൾ സിറ്റുവേഷൻ കൊണ്ട് ഇങ്ങനെ ഓക്കെ ആയി നിൽക്കുക കേട്ടോ. അവൾക്കാണെങ്കിൽ ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ കെയ്ഫർ ആണെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. യൂറി നമ്മുടെ കെയ്ഫറിന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മാരേജ് ഒരിക്കലും തടയാൻ പറ്റില്ല, നീ എന്തായാലും ബാക്ക് ഓഫ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവളുടെ ഒരു വെഡ്ഡിങ് ഗൗൺ
ടൗണിൽ നിൽക്കുന്ന ഒരു പിക്കും കൂടെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഏഞ്ചൽ ആണെങ്കിൽ ജയചേനെ കുട്ടിയേക്ക് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ അവിടെ മുത്തശ്ശീനെ കണ്ടപ്പോൾ മുത്തശ്ശി എന്ന് വിളിച്ചിട്ട് ഓടിച്ചെന്നിട്ട് മുത്തശ്ശീനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റിയൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണെങ്കിൽ അവിടെ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ ജയച്ചയുടെ മോം. സോ ജയച്ചയുടെ മോം ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് കൈയും കാര്യങ്ങളൊക്കെ നീട്ടുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ പക്ഷേ കെട്ടിപ്പിടിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ആൻറ്റി പറഞ്ഞിട്ട് അവൾ പതുക്കെ അങ്ങോട്ടേക്ക് നടന്നു പോകുന്നുണ്ടായിരുന്നു. ജയച്ചയുടെ മോമിനെ മുൻകൈ എടുത്തിട്ട് ജയച്ചിനെ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ വലിയ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വേഗം ഒഴിഞ്ഞു മാറുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജയച്ചയുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫാദർ എത്തിയിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹത്തെ പരിചയപ്പെട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൈ നീട്ടുന്നുണ്ടായിരുന്നു. ചേച്ചിയാണെങ്കിൽ ആ കൈ നീട്ടലിൽ ഭയങ്കര നെർവസ് ആട്ടോ. കാര്യം അവൾക്കാണെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പ് ഫാദേഴ്സിനെ ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ഭയങ്കര ട്രോമയ്ക്കും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വേറെ മുന്നത്തെ സ്റ്റെപ്പ് ഫാദർ കൈ കൊടുത്തപ്പോൾ അവൾ ഭയങ്കര വിഭ്രാന്തിയായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇവളെനിക്ക് ഭയങ്കര നല്ല രീതിയിൽ എന്തൊക്കെയോ പോലെ തോന്നുന്ന കണ്ടപ്പോൾ ആൻറ്റി അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ മോ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ചേച്ചിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. സോ അപ്പോൾ ചേച്ചിനോട് ചോദിക്കും, നീ എന്താ കാണിക്കുന്നത്, നിനക്ക് എങ്ങനെ പെരുമാറണം കാര്യങ്ങളൊന്നും അറിയില്ലേ, നിൻ്റെ സ്റ്റെപ്പ് ഫാദർ അല്ലേ എന്നുള്ള രീതിയിൽ നമ്മളൊരു ഫാമിലി അല്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ഫാമിലിയോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ തന്നെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. വേറെ ആരുമല്ല, യൂറിയാണ്. യൂറി ഒരു ബൊക്കൊക്കെ ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ആരാണ് ഈ ഹാൻസം ബോയ് എന്നൊക്കെ മോം ചോദിക്കുന്നുണ്ടായിരുന്നു, പറയുന്നുണ്ടായിരുന്നു. യൂറി പറയുന്നുണ്ടായിരുന്നു ഞാൻ ചേച്ചിയുടെ ഫിയാൻസി എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചേച്ചി ചോദിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ഏഞ്ചലാണ് എനിക്ക് ഇങ്ങോട്ടേക്ക് വിളിച്ചത്, ചേച്ചിയുടെ മോമിനൊക്കെ ഒന്ന് പരിചയപ്പെടാന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പുതിയൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, നെക്സ്റ്റ് വിസിറ്റർ വന്നെന്ന് പറഞ്ഞിട്ട് അവൾ പോയി നോക്കിയപ്പോൾ ഞെട്ടിട്ടോ. വേറെ ആരുമില്ല, നമ്മുടെ കെയ്ഫർ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. സോ കെയ്ഫറിനോട് അവൾ സംസാരിക്കുകയാണ്. കെയ്ഫർ നീ എവിടെയായിരുന്നു, ഞാൻ നിന്നെ ഒരുപാട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെസ്സേജും കാര്യങ്ങളും കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നീ ഒന്നും അറ്റൻഡും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, നീ എന്നോട് ഒരു കാര്യവും പറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു ഞാനൊരു ആവശ്യത്തിന് വേണ്ടി പുറത്ത് പോയതായിരുന്നു. തൻ്റെ അനിയൻ്റെ കസ്റ്റഡിയും കാര്യങ്ങളൊക്കെ തന്നിലേക്ക് വരാൻ വേണ്ടി ഒരു ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി കസിൻ്റെ അടുത്തേക്ക് പോയതായിരുന്നു. പക്ഷെ ഒരാളും തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇതാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നിന്നെ ഞാൻ ഒരിക്കലും നിനക്ക് മെസ്സേജിന് റിപ്ലൈ തരാതെ എന്ന് കരുതി കൂട്ടിയിട്ടല്ല, നിൻ്റെ ഒരു വോയിസോ മെസ്സേജോ കാര്യങ്ങളോ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ തോന്നും. സോ ഞാൻ അവിടെ പോയ കാര്യങ്ങളൊന്നും നടത്താതെ തിരിച്ചു വരാൻ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളും മുന്നോട്ടേക്ക് പോകില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂറിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കെയ്ഫർ. സോ അവൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഇല്ലാത്ത സമയത്ത് അവൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ അകത്തേക്ക് ഉള്ളിലേക്ക് അടിച്ച് കയറി പോകുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ തന്നെ മോമ് ചോദിക്കുന്നുണ്ട് ആരാണ് ഈ ഹാൻഡ്സം പോകുന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങളാരാണ് തിരിച്ചും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ ജയജയുടെ മോമാണ്. അപ്പോൾ പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചത് ജയജയുടെ സിസ്റ്റർ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ മോമിന് അപ്പോൾ തന്നെ സോപ്പിട്ട് വെച്ചേക്കുന്നുണ്ടായിരുന്നു. കെയ്ഫർ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ ജയജയുടെ മോമിനെ സോപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കെയ്ഫർ ഇങ്ങോട്ടേക്ക് വന്നതാണെങ്കിൽ ഏഞ്ചലോക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഏഞ്ചലോയുടെ ഫേസൊക്കെ നല്ല രീതിയിൽ മാറുന്നുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയായിരുന്നു. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത് കേട്ടോ. കൂടാതെ നെക്സ്റ്റ് എപ്പിസോഡ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. സോ നല്ല ഒരുപാട് സസ്പെൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനുണ്ട്, കുറച്ച് സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. സോ ദിസ് ഈസ് സൈനിങ് ഔട്ട്, ബൈ.